എടച്ചേന കുങ്കൻ ആരായിരുന്നു? അദ്ദേഹം യഥാർത്ഥത്തിൽ ജനിച്ച സ്ഥലം എവിടെ? യഥാർത്ഥത്തിൽ മരിച്ച സ്ഥലം എവിടെ? അദ്ദേഹം എങ്ങനെയാണ് പഴശ്ശിയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് പഴശ്ശിക്ക് ഇത്രമാത്രം പ്രിയപ്പെട്ടവനായി മാറുന്നത്? ബ്രിട്ടീഷുകാർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം പേടി സ്വപ്നമായിട്ട് മാറുന്നത്? എങ്ങനെയാണ് കുറിച്യർക്ക് കുങ്കനോട് ഇത്രമാത്രം ആരാധനയും അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് ഇത്രമാത്രം ആദരവും ഉണ്ടാവാനുള്ള കാരണം, സ്നേഹം ഉണ്ടാകാനുള്ള കാരണം, അതുപോലെ തന്നെ അദ്ദേഹം എങ്ങനെയാണ് മറ്റുള്ളവരെ അദ്ദേഹം പരിപാലിച്ചു പോന്നിരുന്നത്, അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴശ്ശി രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനറൽമാരായിട്ടുള്ള ആൾക്കാരുടെ തലയ്ക്ക് വെച്ചിട്ടുള്ള ഇനാമുകൾ അതെങ്ങനെ ബ്രിട്ടീഷുകാർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ചില റിപ്പോർട്ടുകൾ, മറ്റു കാര്യങ്ങൾ എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ നൽകാനാണ് ഈ ശ്രമിക്കുന്നത്. ഹായ്, നമസ്കാരം. മെൻട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അധികം ആളുകൾക്ക് ചരിത്രം കേൾക്കാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അധികം വിഷ്വൽസ് കാണാനാണ് കൂടുതൽ പേർക്ക് താല്പര്യം. അത് വായിക്കുക എന്ന് പറയുന്നത് ക്ഷമാശീലം ഉള്ളവർക്കാണ് വായനാശീലം ഉണ്ടാകുന്നതും എഴുത്തുശീലം ഉണ്ടാകുന്നതും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലാസ് പോലെ കേൾക്കാൻ അധികം ആളുകൾക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എടച്ചേന കുങ്കന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം പന്നിച്ചാലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു കമന്റ് ആയിട്ട് അദ്ദേഹം മരണപ്പെട്ട സ്ഥലം പന്നിച്ചാൽ എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. പക്ഷെ അതിലെനിക്ക് സംശയം അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ക്ലിയർ ആയി. ഇപ്പൊ പന്നിച്ചാൽ എന്ന് പറയുന്നത് മാനന്തവാടിക്കടുത്തുള്ള എടവക ആ ഭാഗത്താണ്, ഈ സ്ഥലത്താണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം വയനാട്ടിലേക്ക് കുടിയേറി പാർത്തതാണ്. അതായത് വയനാട് എന്ന് പറയുന്നത് അദ്ദേഹം കുടിയേറി പാർക്കുന്നത് പിന്നീട് എന്ന് പറയുന്നത് കോട്ടയം ഡൈനാസ്റ്റിയുടെ ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ആ കുടുംബം അങ്ങോട്ട് വരുന്നത്. അതിനു മുമ്പ് രണ്ട് തർക്കങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം കടത്തനാട് ആയിരുന്നു അവര് ആദ്യം ഉണ്ടായിരുന്നത്, പിന്നീട് ഇങ്ങോട്ട് വന്നതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും പതിച്ചാല് ആണ് ജനിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കണ്ടു, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹം തിരുനെല്ലിയിലാണ് പിന്നീട് അവര് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ജനിച്ച് പിന്നെ തിരുനെല്ലിക്ക് മാറിയതായിരിക്കാം. അവിടെ ഒരു നോബിൾ തറവാടാണ് അവരുടെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അനന്തരാവകാശികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഇതിൽ പറയാം. അപ്പൊ എങ്ങനെയാണ് പഴശ്ശി രാജാവിന്റെ അടുത്തേക്ക് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴശ്ശി രാജാവിന് അദ്ദേഹത്തിന്റെ സേവനം വിട്ടുകൊടുത്തതാണ് എന്ന് പറയപ്പെടുന്നുണ്ട് കടത്തനാട്ട് രാജാവ്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസക്തി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രശസ്തി ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നത് ഈ തലശ്ശേരി ഫോർട്ട് അത് ആക്രമിക്കുന്നത് ഹൈദരാലിക്ക് അന്ന് സഹായം കൊടുത്തിരുന്നത് ചിറക്കൽ രാജാവും കടത്തനാട് രാജാവുമായിരുന്നു ആ സമയത്ത്. അപ്പൊ അതിനു മുമ്പ് തന്നെ കുങ്കൻ ഇങ്ങോട്ട് പോന്നിരുന്നു പഴശ്ശി രാജാവിന്റെ കൂടെ. അപ്പൊ അന്ന് മറ്റുള്ള ബ്രിട്ടീഷുകാർക്ക് ആരും സഹായം നൽകാതിരുന്ന സമയത്ത് പഴശ്ശി രാജാവായിരുന്നു ബ്രിട്ടീഷുകാർക്ക് ആ കോട്ട സംരക്ഷിക്കാനുള്ള സഹായം നൽകിയത്. അന്ന് കുങ്കന്റെ നേതൃത്വത്തിലുള്ള 1000 സൈനികരടങ്ങുന്ന വലിയ ഒരു സേന ഇവരെ ചെറുത്തു തോൽപ്പിച്ചു. അത് ആ കാലഘട്ടം എന്ന് പറയുന്നത് 1779 മുതൽക്ക് 1782 വരെയാണ്. ഒരു സീച്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പോരാട്ടത്തിന്റെ അവസാനം ഹൈദരാലിയുടെ സൈന്യം, അതായത് ഈ സംയുക്ത സൈന്യത്തിനെ അവർക്ക് ചെറുത്തു തോൽപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ ചില എഗ്രിമെന്റുകളൊക്കെ വെച്ചിരുന്നു കോട്ടയം രാജാവും, അതായത് പഴശ്ശി കേരളവർമ്മ രാജാവും ബ്രിട്ടീഷുകാരായിട്ട്. പക്ഷെ ഈ ബ്രിട്ടീഷുകാര് പിന്നീട് ചതിയാണ് കാണിച്ചത്. കാരണം പഴശ്ശി രാജാവിനെ രാജാവാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ അമ്മാവനായ വീരരവിവർമ്മയെ പിടിച്ച് രാജാവാക്കിയതോടുകൂടി ഒരു വ്യക്തിപരമായ ഒരു വിരോധം അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ്. ആ വ്യക്തിപരമായ വിരോധമാണ് പിന്നീട് ഒരു നാടിന്റെ ഒരു പോരാട്ടത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവിടെ തുടക്കം ചെറിയൊരു കാര്യത്തിൽ നിന്നാണെങ്കിലും വലിയതായിട്ട് പിന്നെ നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പോരാടിയ ഒരു രാജാവായി, വീരരാജാവായിട്ട് മാറുകയാണ് പിന്നീട് പഴശ്ശി രാജാവ് ചെയ്യുന്നത്. അപ്പോ ഈ ഇടശ്ശേരി കുങ്കനെ സംബന്ധിച്ചിടത്തോളം പനമരം ഫോർട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ തലക്കൽ ചന്തുവിലെ നേതൃത്വത്തിൽ ഈ പനമരം ഫോർട്ട് അദ്ദേഹം ആക്രമിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അതിന്റെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഇടശ്ശേരി കുങ്കനായിരുന്നു. കുങ്കന്റെ കീഴിലായിരുന്നു ഈ ചന്തു ഉണ്ടായിരുന്നത്. അതിന്റെ പ്ലാനുകളൊക്കെ തയ്യാറാക്കിയതൊക്കെ കുങ്കൻ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് വില ഇടുന്നത്. അന്നത്തെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. ആ റിപ്പോർട്ട് പ്രകാരം എന്ന് പറയുന്നത് 12 പേർക്കാണ് ഈ ഇനാമ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പിടിച്ചു കൊടുക്കുന്നവർക്കുള്ള ഇനാമ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് പഴശ്ശിക്ക് 3000 രൂപ, വീരവർമ്മ രാജാവിന് 1000 രൂപ,
രവിവർമ്മ രാജൻ മരുമക്കളാണ് 1000 രൂപ. പിന്നെ പള്ളൂർ ഏമൻ, അതായത് ഒരു കാലത്ത് വെല്ലസ്ലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന പള്ളൂർ ഏമന് പിന്നീട് പഴശ്ശിയുടെ യഥാർത്ഥത്തിൽ പഴശ്ശി രാജാവിനോടായിരുന്നു കൂറുണ്ടായിരുന്നത്, പിന്നെ കൂറ് മാറിയതാണ്. അപ്പൊ അദ്ദേഹത്തിന് 1000 രൂപ. പിന്നെ പള്ളൂർ രായരപ്പൻ, അദ്ദേഹത്തിന് 300 രൂപ. അതായത് ഈ ഏമന്റെ മൂത്ത സഹോദരനാണ് ഈ പള്ളൂര് രായരപ്പൻ. പിന്നെ എടച്ചേന കുങ്കൻ, അദ്ദേഹത്തിന് 1000 രൂപയാണ് തലയ്ക്ക്. അപ്പൊ എത്രമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു നോക്കുക. പിന്നെ ഇടച്ചേന സഹോദരന്മാരായിട്ടുള്ള ഇടച്ചേന ഓതേനൻ, കോമപ്പൻ, അമ്പു, ഇവർക്കൊക്കെ 300 രൂപയാണ്. പിന്നെ അതുപോലെ കർവല്യ കണ്ണൻ, ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് മാനുവലില്, അതിൽ 300 രൂപ കൊടുത്തിരിക്കുന്ന. പിന്നെ യോഗിമുല്ല മച്ചാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, അതിൽ 300 രൂപ. പിന്നെ കൊമ്പേട്ട കേളപ്പൻ നമ്പ്യാർ, അദ്ദേഹത്തിന് 833 എന്ന് കാണാണ്ട്. ഇത് തെറ്റാണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല. 833 അതിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും പേർക്കാണ് ഈ ഇനാം അല്ലെങ്കിൽ പിടിച്ചു കൊടുക്കുന്നവർക്കുള്ള ഇനാമ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ എടശ്ശേരി കുങ്കനാണ് ഏറ്റവും വലിയ ജനറൽ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അത് പനമരം ഫോർട്ടിന്റെ കഴിഞ്ഞ ശേഷം പിന്നെ ഇവരെ ഒരു 3000 പേര് ഒരു അസംബ്ലി ചെയ്യുന്നുണ്ട്. എവിടെ? ഈ പുൽപ്പള്ളിയിൽ. അതിന്റെ ആ സ്ഥലത്ത് പുൽപ്പള്ളി പഗോഡ അവിടെ വന്ന് മറ്റുള്ള ആളുകളെയും കൂടി പിന്നീട് ഇതിലേക്ക് സംഘടിപ്പിക്കുകയാണ്. അവര് പിന്നീട് ഒരു റൂട്ട് ഉണ്ടാക്കി. ആ റൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് അവര് ബ്ലോക്ക് ചെയ്തത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിൽ 500 പേര് ഒരു സംഘത്തിനായിട്ട് തിരിഞ്ഞു. ബാക്കിയുള്ളവര് വള്ളുവർക്കാവ്, മാനന്തവാടിക്കടുത്ത്, പിന്നെ മൊട്ടിച്ചിറ, കരകൻകോട്ട, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. പിന്നെ കലകൻകോട്ട റോഡാണ്. പിന്നെ ഏടപ്പാടി, അവിടെ ഒരു സംഘം നിൽക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുങ്കന്റെ സഹോദരൻ ബ്രദർ എന്നാണ് എഴുതിയിരിക്കുന്നത്, 100 പേരുമായിട്ട് പെരിയ പാസിന്റെ അവിടെ തടയാൻ നിന്നിട്ടുണ്ട്. പിന്നെ കൊട്ടിയൂർ ചുരം അവിടെ മരം കൊണ്ട് ബ്ലോക്ക് ചെയ്തു. അതുപോലെ അവിടെ 25 പേര് കാവൽ നിന്നു. നവംബറിൽ കുപ്പത്തോട് നായരും കൂട്ടരും അവരോടൊപ്പം ചേർന്നിട്ട് പിന്നീട് കുങ്കൻ വന്ന് നിൽക്കുന്നത് മൈസൂർ മാനന്തവാടിയിൽ നിന്ന്, കർണാടകയിൽ നിന്ന് വരുന്ന സൈന്യത്തിനെ അവരെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. വളരെ വലിയ വിപുലമായ ചില എന്താ പറയാ ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവരതിനെ എതിർക്കുന്നത്. അതുപോലെ തന്നെ ഇവരൊരു ചെക്ക് പോസ്റ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു. അതിനുശേഷമാണ് പിന്നീട് ഒളിപ്പോരിന്റെ മേഖലയിലേക്കൊക്കെ ഇവര് കടന്നു വരുന്നത്. ഇനി ഞാൻ ആദ്യത്തെ മേഖലയിലേക്ക് തന്നെ വരാം. അതിൽ ആദ്യം ഈ പഴശ്ശി രാജാവിനെ ഒറ്റ കൊടുത്തിട്ടുള്ള ഒരാള് അതായത് അദ്ദേഹം കോൽക്കാരനായിരുന്നു, കൽപ്പുള്ളി കരുണാകരൻ മേനോൻ. അദ്ദേഹം ഒരു റിപ്പോർട്ട് അന്നത്തെ മലബാർ പ്രിൻസിപ്പൽ കളക്ടർ എഫ് ക്ലമൻസ്റ്റന് നൽകിയ ഒരു റിപ്പോർട്ട് ഉണ്ട്. അത് പ്രകാരം അത് 1834 നൽകിയിരിക്കുന്നത്. അതിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഇവർ പെട്രോൾ ചെയ്യുന്ന സമയത്ത്, പെട്രോളിംഗ് എന്ന് പറയുന്നത് ഇവര് ഈ കുറിച്ചേരി അല്ലെങ്കിൽ ഈ സൈന്യത്തിന് പഴശ്ശിരാജാവിനെ കീഴടക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് തോമസ് ബാബറാണ്. 2 റിപ്പോർട്ടും ഞാൻ പറയാം. അത് ബാബർ കൊടുത്ത റിപ്പോർട്ടും ഇതുപോലെ കരുണാകരൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുമാണ്. അപ്പൊ അതില് കൺഫൗണ്ടഡ് അവർ പോകുന്ന വഴിക്കാണ് പഴശ്ശിയെ കാണുന്നത്. അവിടെ വെച്ച് ഇവര് ഏറ്റുമുട്ടൽ, നല്ല രൂക്ഷമായ ഏറ്റുമുട്ടൽ നൽകുന്നു. അതില് പഴശ്ശിക്ക് അവസാനമായിട്ട് പഴശ്ശിക്ക് വെടികൊണ്ട് മുറിവേറ്റിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുണാകരൻ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്ക് അദ്ദേഹം കാഞ്ചി വലിക്കുന്നു. 1 അല്ല 3 പ്രാവശ്യം കാഞ്ചി വലിക്കുന്നുണ്ട്. കാഞ്ചി വലിക്കുന്ന സമയത്ത് അത് അതായത് പൊട്ടുന്നില്ല. ആ സമയത്താണ് കരുണാകരൻ അദ്ദേഹത്തിന്റെ ഇയാളെ ചാടിയിട്ട് അടുത്തേക്ക് എത്തുന്നത്. അപ്പോ ഈ 3 പ്രാവശ്യം കൊള്ളാതെ അയാൾ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഞാൻ ചാവേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഈ സമയത്ത് തന്നെയാണ് എടച്ചേന കുങ്കന്റെ പടയാളികൾ ചേർന്ന് വരുന്നതും അവരെ അവിടെ വെച്ച് കൊല്ലുന്നതും. ഇത് എഴുതിയിരിക്കുന്നത്, ഈ സ്ഥലത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നത് മാവുങ്കൽ തോട് എന്ന് പറയണം. അവിടെ വെച്ച് പഴശ്ശിയും കുങ്കനും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയെ പ്രിസണറായി പിടിച്ചു. അത് തിരിച്ചു കൊണ്ടുവന്നു എന്നാണ് കരുണാകരൻ മേനോൻ എഴുതിയിരിക്കുന്ന റിപ്പോർട്ട് കൊടുത്ത പ്രകാരം. അതായത് ഇത് സംഭവിച്ചത് 1805 നവംബർ 30 നിയർ കർണാടക മാവിലത്തോട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുങ്കൻ മരണപ്പെട്ടത് മാവിലത്തോട് വെച്ചാണ് എന്നാണ് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അവിടുത്തെ വലിയൊരു ബാറ്റില് അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതിലെങ്ങനെ പറയുന്നത് വെച്ചാൽ അവിടെ വെച്ചിട്ട് ആദ്യം 6 പേര് കൊല്ലപ്പെടുന്നുണ്ട്. ആർലത്ത് കുട്ടിയപ്പ നമ്പ്യാര് ഈ യുദ്ധത്തിൽ രൂക്ഷമായി പടവെട്ടി മരിക്കുന്നു. അത് പിന്നീട് പുളിഞ്ഞാലിൽ വെച്ചിട്ട് എടച്ചേന കുങ്കന്റെ
മരുമകനായ യമൻ കൊല്ലപ്പെടുന്നു. അതുപോലെ തന്നെ ഈ പള്ളൂര് രായരപ്പൻ ഇതേപോലെ ഫൈറ്റ് ചെയ്തിട്ട് ധീരമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടാണ് മരണപ്പെടുന്നത് കമ്പനിയുമായിട്ട്. അതേപോലെ തന്നെ അവസാനം മരണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വെച്ചിട്ട് അദ്ദേഹം പിന്നെ പിടിക്കുന്ന സമയത്ത് ഈ കുങ്കന്റെ സിനിമയിൽ കാണിച്ച പോലെ ആണ് യഥാർത്ഥത്തില് ഈ പള്ളൂർ രായരപ്പന്റെ കാര്യം പറയുന്നത്. അതായത് പടവെട്ടി അവസാനം പിടികൂടാറാകുന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ എടച്ചേന കോമപ്പനെ അവർ പിടികൂടി. പിന്നെ അതുപോലെ തന്നെ ഈ യമൻ ഉണ്ട്. യമൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, വെല്ലസ്ലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നീട് പഴശ്ശി രാജാവിന്റെ എന്താ പറയാ പക്ഷത്തേക്ക് ചേരുകയും ചെയ്ത അദ്ദേഹത്തിനെ പിടികൂടി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പക്ഷെ പിന്നീട് അത് ശിക്ഷ കുറച്ചിട്ട് അദ്ദേഹത്തിന് ആസ്ട്രേലിയയുടെ വടക്കു ഭാഗത്തുള്ള പ്രിൻസ് ഓഫ് വെയിൽസ്, അതായത് ഒരു ദ്വീപിലേക്ക് നാട് കടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട്. ഇനി ബാബറിന്റെ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ബാബറിന്റെ റിപ്പോർട്ട് കുറച്ചും കൂടി ഇതാണ്. അദ്ദേഹമാണല്ലോ സേനാധിപതി ജനറൽ. അദ്ദേഹത്തിന്റെ പറയുന്നത് ജൂൺ 11 കോൽക്കാർ 8 പേരെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് മറ്റു പലരെയും അറസ്റ്റ് ചെയ്തു. 6-ാം തീയതി നവംബർ 6-ന് രാജാവിനെ പിടികൂടാൻ ചെന്നപ്പോഴേക്കും രാജാവ് രക്ഷപ്പെട്ടു. അപ്പൊ രാജാവ് വടക്ക്, അതായത് ഈ വയനാടിന്റെ തെക്ക് നിന്ന് മലബാറിന്റെ തെക്ക് ഭാഗത്തേക്കുള്ള ചുരത്തിന്റെ അവിടെ ഉള്ളതായിട്ട് വിവരം കിട്ടി. അങ്ങനെ ഒരു രാവിലെ 7 മണിക്ക് ഇവരെല്ലാവരും കൂടി ആ ചുരത്തിന്റെ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് 50 വാര, 60 വാര അകലെയായിട്ട് ഒരു കുടില് കണ്ട്. ആ കുടിലിന്റെ മുന്നിൽ ഒരു കുറിച്യൻ അമ്പുമായിട്ട് കാവൽ നിൽക്കുന്നുണ്ട്. അയാൾ ഇവരെ കണ്ട ഉടനെ തന്നെ അമ്പ ഇത് ശബ്ദം പുറപ്പെടുവിച്ചു. ഒരു ഘോരമായ ഒരു യുദ്ധം നടക്കുന്നു. അവിടെ ആകെ രക്തപ്രളയായി. ഈ യുദ്ധത്തില് പള്ളൂർ രായരപ്പൻ ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. രായരപ്പനാണ് അവിടെ ഡിഫെൻഡ് ചെയ്തത് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവര് രാജാവിന്റെ 2 പരിചാരകരെയും 13 മസ്കറ്റ്, 4 വാളുകൾ, പടച്ചട്ടകള്, 500 പഗോഡ വർത്ത് ഗോൾഡ്, അത് പഗോഡ അളവായിരിക്കാം അത്ര, പിന്നെ സിൽവറും പിടിച്ചെടുക്കുന്നുണ്ട്. വളരെ മോശമായ കാലാവസ്ഥയായിരുന്നു. അപ്പോഴേക്കും ഇവിടുന്ന് രക്ഷപ്പെട്ട് അവര് പുൽപ്പള്ളിയിൽ നിന്ന് നേരെ അവിടെ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തി. ഈ രാജാവും അതുപോലെ തന്നെ കുങ്കനും മറ്റുള്ളവരും അവിടെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോ മറ്റു ഭാഗത്തു നിന്നുള്ള ഈ ബ്രിട്ടീഷുകാരുടെ സൈന്യം അവിടെ വളയുന്നുണ്ട്. അവിടുന്ന് തലക്കൽ ചന്തുവിനെ അപ്പോഴാണ് ആക്രമിക്കുന്നത് എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. തലക്കൽ ചന്തുവിനെ അവിടുന്ന് ആക്രമിക്കുന്ന സമയത്ത് തലക്കൽ ചന്തുവിന് സിനിമയിലൊക്കെ കാണിച്ച പോലെ ആയുധം ഇല്ലായിരുന്നല്ല, ആയുധം ഉണ്ടായിരുന്നു എന്നാണ് അതിലെഴുതിയത്. ഒരു മസ്കറ്റ് ഉണ്ടായിരുന്നു, അത് വെച്ച് വെടിവെച്ചപ്പോൾ അത് മിസ്ഫയർ ആയി. അതായത് കൃത്യമായി ഉന്നത്തിലെത്തിയില്ല. അത് കഴിഞ്ഞിട്ട് അയാള് പിന്നെ 2ാമത്തെ തോക്ക് നടക്കാൻ സമയമില്ലല്ലോ. അപ്പൊ വേഗം കത്തി എടുക്കുമ്പോഴേക്കും തൊട്ടടുത്തുള്ളവൻ കയ്യിന്റെ മുകളിലേക്ക് വെട്ടിയോട് കൂടിയിട്ട് കത്തി തെറിച്ചു പോയി. അങ്ങനെയാണ് ചന്തുവിനെ പിടിക്കുന്നത് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 1805 നവംബർ 30-ന് പഴശ്ശിയെയും അദ്ദേഹത്തിന്റെ 5 അനുയായികളെയും വളഞ്ഞ് അവരെ കൊല്ലുന്നു. അതായത് അതിൽ കോട്ടയം അർലാട്ട് കുട്ടിനമ്പിയാരാണ് ഇതിന്റെ സേന ഒരു ഭാഗത്തുണ്ടായിരുന്നത്, അതിൽ കൊല്ലുന്നത്. പിന്നെ ചന്തുവിനെ പിടിക്കാൻ കഴിഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അതിയായി സന്തോഷിക്കുന്നു എന്നാണ്. ഈ ബാബർ എഴുതി വെച്ചിരിക്കുന്നതാണ്. കുങ്കൻ ഈസ് സെഡ് ടു ഹാവ് ഡിക്ലയർഡ്, ബ്രാക്കറ്റിൽ ഫിഗറേറ്റീവ്ലി എന്നും കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് റൈറ്റ് ആം എന്നാണ്. എന്റെ വലത് കൈയാണ് നഷ്ടപ്പെട്ടതെന്ന് പറയാം. പലരും ഈ സിനിമ ഡയലോഗ് പറഞ്ഞാണ്. അല്ല, ഈ ഡയലോഗ് എടുത്തിട്ടാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ അടുത്ത ഒരു വരി കൂടി കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ഇൻക്ലിനേഷൻ ടു ഫേവർ ദ റെബൽ ലീഡേഴ്സ് ഇൻ പർട്ടിക്കുലർ എടച്ചേന കുങ്കന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു നേതാവായിരുന്നു, അല്ലെങ്കിൽ ഒരു ജനറൽ ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയാ പടനായകനായിരുന്നു ചന്തു എന്നും അദ്ദേഹം എഴുതി. അതിൽ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിച്ചത് ചന്തുവിനെ പിടിച്ച സമയത്താണ്. അതായത് ഈ ജനങ്ങൾക്ക് പഴശ്ശിയോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. സത്യസന്ധരല്ലാത്ത ചെട്ടികളും അതുപോലെ തന്നെ ഗൗണ്ടകളും അവർക്ക് പോലും പഴശ്ശിയോട് സ്നേഹവും അവർ പഴശ്ശിക്കും പ്രത്യേകിച്ച് കുങ്കനും സഹായം നൽകിയിരുന്നു എന്നാണ്. അപ്പൊ കുങ്കനോടുള്ള കുങ്കന് ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് മറ്റുള്ളവരോട് സംസാരിച്ച് അല്ലെങ്കിൽ അവരെ ഒരു ഇതിനു വേണ്ടി ആഹ്വാനം ചെയ്ത് പഴശ്ശിയേക്കാളും കൂടുതൽ കുങ്കനായിരുന്നു ചെയ്തിരുന്ന ആളുകളെ സംഘടിപ്പിക്കുന്ന, ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതും അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ. ആ പിടിച്ചെടുത്ത പ്രൊവിഷൻ പിടിച്ചെടുത്തിട്ട് കൊടുത്തതൊക്കെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് കുങ്കനോട് എത്രമാത്രം അടുപ്പം തോന്നുന്നത്.
3 ഇൻഫോർമേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. 3 പേരാണ് അത്ര ഈ വിവരങ്ങളൊക്കെ ചോർത്തി നൽകിയിരിക്കുന്നത്. 3 പേര്. ആ 3 പേര് ചോർത്തിയിട്ടാണ് പഴശ്ശിയെ കുറിച്ചും പഴശ്ശിയുടെ ആളുകളെ കുറിച്ചും പിടിക്കുന്നത്. അപ്പൊ ചേരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചേരനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ചേരനോടൊപ്പം തന്നെ ഇവരവിടെ ചെല്ലുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് ചെറിയ ശബ്ദം കേട്ട് അവർ നോക്കുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു 10 പേരോളം ഉണ്ട്. അപ്പോഴാണ് ചേരന്റെ നേതൃത്വത്തിൽ ആക്രമിക്കുന്നത്. ഇവരെ ആക്രമിക്കുമ്പോൾ ആ പുല്ലിന്റെ സൈഡിൽ നിന്ന് ഒരു വലിയ ഒരു കൂട്ടം ജനം, അതായത് പെട്ടെന്ന് കുങ്കന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഇരച്ചു വന്നു, ഇവരുമായിട്ട് യുദ്ധം ചെയ്തു. അവിടെ വെച്ച് ആദ്യത്തെ കോൽക്കാരൊക്കെ കൊല്ലുന്നുണ്ട്. അതിന്റെ എണ്ണത്തിലൊക്കെ കുറച്ച് കുറവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ടാണ് രാജാവ് വരുന്നത്. ആദ്യം രാജാവാണ് വന്നതെന്നാണ് ഒന്നിൽ കണ്ടത്. രാജാവ് വന്നതിന് ശേഷം, അതായത് പഴശ്ശി രാജാവ് വന്നിട്ട് ഫൈറ്റ് ചെയ്ത് വീഴുന്ന സമയത്താണ്, അതിനുശേഷമാണ് കുങ്കനും കൂട്ടരും അതിൽ വന്നത്. ഈ ബാബറിന്റെ റിപ്പോർട്ടിൽ കുങ്കനെ പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവർ വന്നു, അവരെ എല്ലാവരും കീഴ്പ്പെടുത്തി. അങ്ങനെ ബാക്കിയുള്ള മാനുവലെ, അതായത് പേജ് നമ്പർ 553 മലബാർ മാനുവലിൽ കൊടുത്തിരിക്കുന്നത്. മാനുവൽ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അവിടെ നെഞ്ഞിന് നേരെ തൂക്ക് ചൂണ്ടിയിട്ട് മുറിവേറ്റ് വീണ് കിടക്കുന്ന പഴശ്ശി രാജാവ് അദ്ദേഹം പറയുന്നത് ആ സമയത്ത് ബാബർ എഴുതി വെച്ചിരിക്കുന്നത് പഴശ്ശി രാജാവിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ശത്രുവാണ്. വിച്ച് ഹി ഡിഡ് അറ്റ് ദ ഹസാർഡ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ഇറ്റ് ഈസ് വർത്തി മെൻഷൻ ദാറ്റ് the extraordinary personage called out in the most dignified and commanding way not to approach and defile his person എന്നാണ് അവർ. എന്ന് പറഞ്ഞാൽ അടുക്കരുത്, എന്റെ ആളുകളെ തൊട്ടുപോകരുത് എന്നാണ് പഴശ്ശി രാജാവ് എന്താ പറയാ കംപ്ലീറ്റ് അദ്ദേഹം മുറിവേറ്റ് വീണ് കിടക്കുന്ന സമയത്തും തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു. അപ്പോഴാണ് വെടിവെക്കുന്ന സമയത്ത് അത് വെടി പൊട്ടുന്നില്ല. അങ്ങനെ ബാബർ എഴുതി വെച്ചിരിക്കുന്നു. ബാബർ പിന്നെയും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാവരും വീണ് കഴിഞ്ഞ് പിന്നെ അവസാനം ഉണ്ടായിരുന്ന ആർലാട്ട് കുട്ടി നമ്പ്യാരായിരുന്നു. അദ്ദേഹം 4 പേരും, അവരും വളരെ ധീരമായിട്ടാണ് ഫൈറ്റ് ചെയ്തിട്ട് മരണപ്പെടുന്നത്. പിന്നെ പഴശ്ശി രാജാവിന്റെ അടുത്ത് അന്ന് കണ്ടെടുത്തിട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ വേറെ പ്രോപ്പർട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്വർണത്തിന്റെ ഒരു കടാര ഉണ്ടായിരുന്നു, ഒരു അരഞ്ഞാൺ ഉണ്ടായിരുന്നു. കടാര ഇദ്ദേഹം കയ്യിലെടുത്തു. അതുപോലെ അരഞ്ഞാണം അദ്ദേഹം ക്യാപ്റ്റൻ ക്ലഫാമിന് സമ്മാനിച്ചു. അടുത്ത ദിവസം, അതായത് അന്ന് തന്നെ രാജാവ് മരണപ്പെട്ട് പല്ലക്കിൽ കിടത്തി ആചാര വെടിയൊക്കെ നടത്തി സിനിമയിൽ കാണിച്ച പോലെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നു, ഭാര്യയെയും പ്രിസണറായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബ്രാഹ്മണരെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടാണ് മരണാനന്തര ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം ലാസ്റ്റ് ഒരു വരിയും പറഞ്ഞു, റബലായിരുന്നെങ്കിലും ശത്രുവായിട്ട് ആയിരുന്നെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്ന ആ ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണമെന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എടച്ചേന കുങ്കനെ കുറിച്ചിട്ട് വളരെ വൈരുദ്ധ്യമായിട്ടുള്ള രീതിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ എടച്ചേന കുങ്കൻ ബീയിങ് സിക്ക് ആൻഡ് അണേബിൾ ടു എസ്കേപ്പ് കമ്മിറ്റഡ് സൂയിസൈഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് ആ അസുഖം ബാധിതനായിട്ട് അദ്ദേഹം കിടന്നു, വേറെ ആരും ഉണ്ടായിരുന്നില്ല, വേറെ ഒരു രക്ഷയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇവരെ വളഞ്ഞ സമയത്ത് നമ്മൾ വേലുത്തമ്പി ദളവയൊക്കെ ചെയ്ത പോലെ തന്നെ ആയിരിക്കാം, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് ഇതിൽ കൊടുത്തത്. ഒരു ഭാഗത്ത് യുദ്ധം ചെയ്ത് മരിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട് വേറെ റിപ്പോർട്ടിൽ. അപ്പൊ അത് ഈ കരുണാകര മേനോന്റെ റിപ്പോർട്ടിൽ ഇദ്ദേഹം കുങ്കൻ അവിടെ കൊല്ലപ്പെടുന്നു. അപ്പൊ ഈ യുദ്ധം ചെയ്തിട്ടാണോ അല്ലയോ എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് കൊടുത്തില്ല. പക്ഷെ ഒരു ചരിത്രകാരൻ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ കമ്മിറ്റ് ചെയ്തത് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. 2 പേരും സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരാള്. അപ്പൊ അങ്ങനെ ഈ രീതിയിൽ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കുങ്കന്റെ അവസാനത്തെ അല്ലെങ്കിൽ കുങ്കന്റെ ബാക്കിയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കുങ്കൻ ഇത് മരിച്ചു കഴിഞ്ഞ 1805 കൂടി ഇതെല്ലാം കഴിഞ്ഞ് 1888 അതുവരെ അവർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ 1888 ഒരു ഓർഡർ പുറപ്പെടുവിച്ചു കുങ്കന്റെ തലമുറയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നീലഗിരി സ്പെഷ്യൽ അസിസ്റ്റന്റ് കളക്ടറാണ് അദ്ദേഹം. ഈ കുങ്കന്റെ എല്ലാ സ്വത്തുകളും പിടിച്ചെടുത്തു. അത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. പിന്നീട് ഇവരുടെ മക്കൾ, അതായത് ഒരാൾക്ക് ഒരു സ്വത്തും ഇല്ല, എല്ലാം പിടിച്ചെടുത്തിട്ട് മരിച്ച ആൾക്കാർ, അതായത് അവരുടെ കുടുംബക്കാരെ മരിച്ചിട്ടുണ്ടെങ്കിൽ ശവം മറവ് ചെയ്യാനുള്ള സ്ഥലം കൂടി കൊടുക്കാതെ ഇവരുടെ അനന്തരാവകാശികളായ ആളുകൾ മരിക്കുമ്പോൾ അത് നദിയിൽ ഒഴുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അത്ര പിന്നീട് വന്നത്. 1947 വരെ ഈ കുടുംബത്തിലുള്ള ഒരാൾക്ക് പോലും ഗവൺമെന്റ് ജോലിയും നിഷേധിച്ചു. അങ്ങനെ ഒരുപാട് അവരെ ബുദ്ധിമുട്ടിച്ചു എന്നാണ് എടച്ചേരി കുങ്കന്റെ കാര്യത്തിൽ പറയുന്നത്. ഇപ്പോൾ അവിടെ ഉള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത് എടച്ചേന കുളങ്ങര, എടച്ചേന പുത്തംവീട്ടില്, എടച്ചേന കൂവമ്മൂല, ഈ കുടുംബങ്ങളാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അപ്പൊ എടച്ചേന കുങ്കൻ എന്ന് പറയുന്നത് മാത്രമല്ല, ഇതിൽ കുറെ നായന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ വീര പോരാളികളായിട്ടാണ് നായന്മാർ അതിൽ പോരാടുന്നത്. ഒപ്പം കുറിച്ചേരും
ഇവര് രണ്ട് കൂട്ടരെയാണ് അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് മാപ്പിളമാര് അവര് സഹായിച്ചിട്ടുണ്ട്. അതായത് പെപ്പറൊക്കെ വാങ്ങിച്ച് പകരം ഇവര് തോക്കുകൾ കൊടുത്തിട്ടുള്ള ഉണ്ണിമുട്ടൻ വേറെ കുറച്ച് ആൾക്കാരുടെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒറ്റ കൊടുത്തതും കരുണാകര മേനോൻ അല്ലെങ്കിൽ കാനറ മേനോൻ എന്ന് പറയുന്നുണ്ട് ഒരാള്. അതുപോലെ മേനോനും മറ്റുള്ള ആൾക്കാരും അതും ഒറ്റ കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും ഇത് കേരള ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വീരോചിതമായിട്ടുള്ള, അതായത് ഈ കുങ്കനും കുങ്കന്റെ അനിയന്മാരും ഒക്കെ രാജാവിന് വേണ്ടി മണ്ണിന് വേണ്ടിയാണ് മരിക്കുന്നത്. കുങ്കൻ ലാസ്റ്റ് മരിക്കുന്ന ആ സമയം കൂടി കുങ്കനോട് എന്താണ് ലക്ഷ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് അത്ര കുങ്കന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് കുങ്കന്റെ കൂടെ ഉള്ള ആൾക്ക് എല്ലാം വിട്ട് അവർക്ക് രക്ഷപ്പെട്ടു പോവായിരുന്നു. എന്നിട്ടും രാജാവിന് അവസാനം വരെ, അതായത് പഴശ്ശി രാജാവിന് കീഴടങ്ങാമായിരുന്നു, അതിനുള്ള ഓഫറും കൂടി കൊടുത്തു. എന്നിട്ട് പോലും അവരതിൽ നിൽക്കാതെ അവരങ്ങനെ അവര് അവസാനം ഈ മണ്ണിന് വേണ്ടിയിട്ട് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരൊക്കെ ശരിക്കും നമുക്ക് ഓർമ്മിക്കുന്നതാണ്. ബ്രിട്ടീഷുകാർ ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും വില്യം ലോഗൻ അദ്ദേഹത്തിന് ഒരു മാന്യത ഉണ്ട്. അദ്ദേഹം പറയുമ്പോൾ ബ്രിട്ടീഷുകാരനാണ്, എന്നിട്ട് പോലും അദ്ദേഹം ഒരു മാന്യത കൊടുത്തിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റു രണ്ട് ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞു, ബാബർ കൊടുത്തതും ഇതൊക്കെ അവർക്കും ഉണ്ടായിരുന്നു ഒരു ബഹുമാനം എന്നതാണ്. ഇതുപോലെ പടം എഴുതിയ ആൾക്കാർ ഈ ദക്ഷിണ ചരിത്രത്തിൽ തന്നെ കാര്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ആരും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വീഡിയോ കുറച്ച് നീണ്ടുപോയി, എനിക്കറിയാം. ഇതില് സാധാരണ 10 മിനിറ്റുള്ള വീഡിയോ പോലും ആരും കാണാതെ ഇരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ വീഡിയോയിലും അതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. എന്തെങ്കിലും ആവട്ടെ, ഞാൻ ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തു. ഇത്രയും നേരം നിങ്ങൾ കേൾക്കുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്, നീണ്ടു പോയതാണ്. അപ്പൊ വീണ്ടും നമുക്ക് ഇതിന്റെ റെസ്പോൺസ് നോക്കി അടുത്ത വീഡിയോയിലേക്ക് വരാം. വേറൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് ഞാൻ അപ്പൊ പറയാം. ഓക്കെ, അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ വെച്ച് കണ്ടുമുട്ടാം.